നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നൈർമല്യത്തിന്റെ പനിനീർ പൂക്കൾ വിരിയുന്ന ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അനുഭവപാഠങ്ങളുടെ ഉല്ലാസ കാഴ്ചകളുമായി നമ്മുടെ കൂട്ടുകാർ എത്തിപ്പോയി. കാട്ടിലെ കൂട്ടുകാർ. ഇന്ന് വമ്പൻ സാറ് പറഞ്ഞു തന്ന കഥ വളരെ നന്നായിരുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടാ. എനിക്ക് സാറ് പറയുന്ന കഥയെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്? നേരാ, സാറ് പറയുന്ന കഥയിൽ എന്തെങ്കിലും ഒരു ഗുണപാഠം ഉണ്ടായിരിക്കും. അതെ, നമുക്ക് ടൈം പാസ് ആകുകയും ചെയ്യും, ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യും. അത് തന്നെ സാർ ഉദ്ദേശിക്കണത്. കഥയിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരിക, അപ്പൊ നമുക്ക് ബോറടി ഉണ്ടാകില്ല. അത് നേരാ. എല്ലാ ദിവസവും ഒരു പീരീഡ് കഥയ്ക്ക് മാറ്റി വെച്ചാൽ നല്ലതായിരുന്നല്ലേ? അപ്പൊ പിന്നെ പഠിക്കണ്ടല്ലോ അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ വഴക്കിടേണ്ട. പീലി, കാപ്പിലൊരു തമാശ പറഞ്ഞതല്ലേ? ഇങ്ങനെയാണോ തമാശ പറയുന്നത്? പ്രശ്നം നിങ്ങൾ സാറ് പറഞ്ഞ കഥ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വഴക്കിടില്ലായിരുന്നു. അത് നേരാ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞ കഥയിൽ ആത്മസംയമനം പരിശീലിക്കുന്ന ഒരാളുടെ കഥയല്ലേ പറഞ്ഞു തന്നത്? സോറി കൂട്ടുകാരെ, ഞാൻ പെട്ടെന്ന് സാരമില്ല പീലി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ ചില തീരുമാനങ്ങൾ എടുത്താൽ പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാകില്ല. കപില പറഞ്ഞത് നേരാട്ടോ. അല്ല, നമ്മള് കഥ പറഞ്ഞു നടന്ന് സമയം പോയി പോയിട്ട് ഒരുപാട് കളിക്കാനുള്ളതാ. മക്കളെ, നമ്മൾ ക്ലാസ് റൂം വിട്ട് ഈ സ്കൂൾ മുറ്റത്തിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പറഞ്ഞത് ശരിയാ. അതായത് ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങി ഈ പ്രകൃതിരമണീയമായ സ്ഥലത്തിരിക്കുമ്പോൾ എന്താണ് ഗുണമെന്നറിയാമോ? ശാന്തമായ മനസ്സ്. എത്ര വലിയ ചിന്തയും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ തറഞ്ഞിറങ്ങുന്ന അന്തരീക്ഷം. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ പഠനം ഈ സ്കൂൾ മുറ്റത്തേക്ക് ആക്കിയത്. എന്താ, നമ്മൾ എല്ലാ ദിവസവും ഓരോ ഗുണപാഠങ്ങൾ പഠിക്കുന്നു, അവ ജീവിതത്തിൽ പകർത്തുന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എങ്കിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പങ്കുവെക്കലിന്റെ മഹത്വത്തെ കുറിച്ചാണ്. പങ്കുവെക്കുന്നത് സ്നേഹമാവാം, ഭക്ഷണമാവാം, പണമാവാം, ചിലപ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയമാവാം. ശരിയാ. നിങ്ങൾ ജീവിതത്തിൽ ഓക്കെ, വെരി ഗുഡ്. നാളെ നമ്മൾ പങ്കുവെപ്പിന്റെ മാർഗദർശികളാണ്. നിങ്ങളുടെ വീടുകളിൽ നിന്ന് കഴിക്കാൻ കൊണ്ടുവരുന്ന ഉച്ചഭക്ഷണം പരസ്പരം പങ്കുവെക്കും. നമ്മൾ നാളെ ഉച്ചഭക്ഷണം പ്രത്യേകമായി കൊണ്ടുവരണം അല്ലേ? അതെ അതെ, നീ വല്ല സ്പെഷ്യലും കൊണ്ടുവരണം കേട്ടോ. എന്താ പരസ്പരം സംസാരിക്കുന്നത്? ഒരിക്കലുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല സാർ. ഞങ്ങൾ റെഡിയാണ് സാറേ. ശരിയാണ് സാർ, ഞങ്ങൾ റെഡിയാണ്. ഓ, എങ്കിൽ നാളെ നിങ്ങൾ കൊണ്ടുവരുന്ന ഭക്ഷണം
മറ്റുള്ളവർക്ക് ഓക്കെ കൂടി ഓക്കെ നൽകണം. സാർ. ഓക്കെ സാർ ശരി ശരി സാറേ. ആ, ദേ, ആ, ദേ ഇനി ബെല്ലടിച്ചു. നമുക്ക് ക്ലാസ് റൂമിലേക്ക് മടങ്ങാം. ആ ശരി ശരി സാർ. ശരി താങ്ക് യു സാർ. എല്ലാവരും ക്ലാസ് റൂമിലേക്ക് നടന്നു. നാളത്തേക്കുള്ള ഫുഡ് പ്രത്യേകമായിട്ട് ഉണ്ടാക്കേണ്ടി വരും. ഈശ്വരാ, ഞാൻ എന്ത് ചെയ്യാ? അല്ല പപ്പീസ്, ഇതെന്താ ബാഗിൽ കാര്യായിട്ടുണ്ടല്ലോ? അത് നാളെ പങ്കുവെപ്പിന്റെ ദിവസമല്ലേ, അതിനു വേണ്ടി കുറച്ച് സാധനങ്ങളാ. വെജുണ്ട് നോൺ വെജും ഉണ്ട്. ഓഹോ, നാളെ സ്കൂളിലേക്കുള്ളതല്ലേ? അത് തന്നെ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പൊ മോശമാക്കാൻ പറ്റുമോ? ഇല്ലല്ലേ, മോശമാക്കാനൊന്നും പറ്റില്ല. അല്ല, ഗംഭീറിന്റെ കയ്യിലെന്താ? നാളേക്ക് എന്താ വാങ്ങിയത്? ഓ, ഇതാ അമ്മയ്ക്ക് കുറച്ച് മരുന്ന്, പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളും. നാളെ എന്താ സ്പെഷ്യൽ? ഓ, എന്ത് സ്പെഷ്യല്? എന്നെന്താണോ അതന്നെ. സാരമില്ല ഗംഭീരെ, വിഷമിക്കാതെ. എന്തായാലും ദിവസവും കൊണ്ടുവരുന്നത് കൊണ്ടുവന്നാ മതി. പപ്പീസിന് അറിയോ, പപ്പ ആമസോണിൽ പോയി ജോലി കിട്ടാതെ നട്ടം തിരിയാ. അമ്മയ്ക്കാണെങ്കിൽ യാതൊരു പണിയില്ല. കരയാതെ കരയാതെ ഗംഭീർ, കരയാതെ. ഗംഭീർ ഗംഭീർ നിൽക്കൂ, ഞാനും ഉണ്ട് ഗംഭീർ. വമ്പൻ സാർ പറഞ്ഞ കഥകളൊന്നും ഗംഭീർ ഉൾക്കൊണ്ടിട്ടില്ല, പാവം. ഞാൻ സ്കൂളിൽ പോയാലാകെ നാണം കെടും എന്റെ ദൈവമേ. അമ്മ, ഞാൻ സ്കൂളിൽ പോവില്ലട്ടാ, തീർച്ച. എല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ കൊണ്ടുവരും. അമ്മയുടെ ഈ ചമ്മന്തും ചോറൊന്നും അവർക്ക് ഇഷ്ടമില്ല. അമ്മ പറയുന്നത് കേക്കണ്ട. മോനെ, മോനെ, ചോറ് കേട്ടോ. ഇത് ബാഗിലേക്ക് എടുത്തു വെച്ചേ. അമ്മയുടെ ഈ ചോറ്. എന്താ നീ പറയുന്നേ? എന്താ മോനെ? അമ്മയും ബാഗിലേക്ക് വെച്ച്. കറി, ചമ്മന്തി ഉണ്ട്, പിന്നെ ഇന്നലെ മോൻ കൊണ്ടുവന്ന പയറ് കൊണ്ട് തോരനും അച്ചാറും. എനിക്കൊന്നും വേണ്ട. ചമ്മന്തി ചോറും എല്ലാവരും ചിക്കനും മട്ടനും ഒക്കെ കൊണ്ടുവരും. എനിക്കാകെ നാണക്കണം. എന്റെ മോനെ, മോന് സ്കൂളിലേക്ക് ചെല്ല്. നല്ല മോനല്ലേ. മോന്റെ പപ്പ മോന് വേണ്ടി ആമസോണിൽ അലയുന്നത് മറക്കരുത്. ശരി അമ്മ, എല്ലാം ശരിയാവും മോനെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും. മുഖത്തൊക്കെ പാവം എന്റെ കുട്ടി. കഷ്ടം ദൈവമേ, എന്നെ ദാരിദ്ര്യം മാറാവോ? സ്കൂളിൽ പോവാതിരുന്നാലോ? ഗംഭീർ, ഗംഭീരേ നിൽക്ക്. ഗംഭീർ, ഗംഭീർ നിൽക്ക് നിൽക്കുന്നത്. എന്തിനാ അങ്ങനെ കരയുന്നത് ഗംഭീരേ? എന്തിനാ കരയുന്നേ? നിങ്ങളെല്ലാവരും തന്നെ കളിയാക്കി കൊല്ലും. ഞങ്ങള് കളിയാക്കുമെന്നോ? എന്തിന്? അത് പിന്നെ കാര്യം പറ ഗംഭീരേ. എന്റെ പാത്രത്തിൽ കറി ചമ്മന്തിയും പയറ് തോരന പപ്പീസ്. കണ്ട ഞാൻ പറഞ്ഞില്ല നിങ്ങളെന്നെ കളിയാക്കുന്നു. എന്റെ ഗംഭീരേ, എന്തായാലും ഉച്ചഭക്ഷണം ഉണ്ടല്ലോ കയ്യിൽ, അത് തന്നെ ഭാഗ്യം. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാത്തവർ ഈ സമൂഹത്തിലുണ്ട്. എന്നിട്ടാണ് എന്റെ കരച്ചിൽ. ഗംഭീർ ധൈര്യമായിട്ട് വാ, ഞാനെല്ലാം കൈകാര്യം ചെയ്യാമെന്നേ. എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? ഗംഭീറിന്റെ ചോറും പാത്രം ഷെയർ ചെയ്യുന്ന സമയത്ത് എന്റെ കയ്യിൽ തന്നാ മതി, മനസ്സിലായോ? എന്നിട്ട് അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. അങ്ങോട്ട് വന്നേ, ഞാൻ പറയുന്നത് കേൾക്ക്. വാ വാ വാ, ബെല്ലടിച്ചു. അങ്ങനെ നിങ്ങൾ ഇന്ന് പരസ്പരം ചോറ്റുപാത്രം മാറ്റി നൽകി ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നു. പങ്കുവെപ്പിന്റെ മാഹാത്മ്യം പഠിക്കുവാനുള്ളൊരവസരം. ഓ, നീ പേടിക്കണ്ട. എങ്കിൽ ഭക്ഷണം നമുക്കെല്ലാവർക്കും പരസ്പരം ഷെയർ ചെയ്യാം. അതേ, ഗംഭീറിന്റെ പാത്രം എനിക്ക്, എന്റെ പാത്രം ഗംഭീറിന്. അപ്പൊ ഗംഭീറിന്റെ പാത്രത്തിൽ എന്തോ സ്പെഷ്യൽ ഉണ്ട്. അതൊക്കെ ഉണ്ടാകും. അപ്പോ നിങ്ങൾ കഴിച്ചു.
എന്താണാവോ ഗംഭീരന്റെ പാത്രത്തിൽ? പപ്പീസേ എന്താ എന്താ മോട്ടു കാര്യമായൊരു വിളി? പപ്പീസേ, ഗംഭീരന്റെ പാത്രത്തിൽ എന്തായിരുന്നു? ഓ അതോ ഒന്നും പറയട്ടെ പോട്ടു. ചതിച്ചോ? അടിപൊളി ചിക്കൻ കറി, പിന്നെ മീൻ പൊരിച്ചത്, തോരൻ, തേങ്ങ ചമ്മന്തി, ചെമ്മീൻ ഒലത്തിയത്, ബീഫ് പൊരിച്ചത്. ഓ ഒരു സത്യക്കുള്ള സാധനം ഉണ്ടായിരുന്നു. ഒന്നും പറയട്ടെ, വയറ് നിറഞ്ഞു. എനിക്ക് ബിരിയാണിയാണ് കിട്ടിയത് കേട്ടോ. എനിക്ക് ബീഫും അടിപൊളി തോരനും ചോറും. എനിക്ക് ചിക്കൻ പൊരിച്ചതും ചോറ് കിട്ടിയത്. ഓഹോ, അപ്പൊ എല്ലാവരും വിഭവസമൃദ്ധമായ ഭക്ഷണം കൊണ്ടുവന്നല്ലേ? അതെ അതെ. നമ്മൾ ഇത്രയും ആർഭാടമായി ഭക്ഷണം കഴിക്കുമ്പോഴേ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി തെരുവിൽ തെണ്ടുന്നവരുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. അത് നേരാട്ടോ. ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് റൂമിലാ, നടക്ക് വേഗം. എന്നാ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. വാ ഗംഭീരേ. പപ്പീസേ ചങ്ങാതി, നന്ദി ഉണ്ട് കേട്ടാ, ഒരുപാട് നന്ദി. എന്നെ വലിയ നാണക്കേടിൽ നിന്നാ രക്ഷിച്ചത്. ഗംഭീരേ, നമ്മൾ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പതരരുത്. സാറ് പറഞ്ഞു തന്ന ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഓരോ അവസരത്തിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സത്യത്തിൽ നമുക്കുള്ളത് എന്താണോ അത് പങ്കുവെക്കുന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത്. പപ്പീസേ, ഇനി ഏത് പ്രതിസന്ധിയിലും ഞാൻ പതറില്ല, തീർച്ച. അനുഭവ പാഠങ്ങളിൽ നിന്നും ഇനി സന്ദേശങ്ങളിലൂടെ ചില പാഠങ്ങൾ കാണാം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഓ ടിങ്കു, ഇന്ന് നല്ല ഉടുപ്പൊക്കെ ഇട്ടാണല്ലോ വന്നിരിക്കുന്നത്. എന്താ കാരണം? പിന്നെ നല്ല ഉടുപ്പാണ്. എന്നെ കാണാൻ എങ്ങനെയുണ്ട്? ഓ, ഈ ഉടുപ്പ് ഇട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ടേ. ഓക്കെ, ആരാ ഈ ഉടുപ്പ് വാങ്ങി തന്നത്? അങ്കളല്ലാന്ന് എനിക്കറിയാം, കാരണം ഞാൻ വാങ്ങി തന്നതാണെങ്കിൽ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, എന്നാ പറയൂ, ആരാ നിനക്ക് ഈ ഉടുപ്പ് വാങ്ങി തന്നത്? ഓ, കൂട്ടുകാരനാണോ? ഓ അത് ശരി. എന്താ കൂട്ടുകാരൻ ഈ ഉടുപ്പ് വാങ്ങി തരാൻ കാരണം? എന്നോട് വളരെ ഇഷ്ടം. ഓ, നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നോണ്ടാണല്ലേ? ഓക്കെ, പക്ഷെ നീ ഉടുപ്പിന് വേണ്ടി ആഗ്രഹിച്ചിരുന്നോ? ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓ അത് ശരി. എന്നിട്ട് നീ എന്താ എന്നോട് പറയാതിരുന്നത്? അങ്ങള് പറഞ്ഞൊരു കാര്യമല്ലേ? എന്ത്? ഒരു വാക്യം. ഏത് വാക്യത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടോളിൻ. ആരുടെ മേലിട്ടുകൊള്ളുവിന്? ദൈവത്തിന്റെ. ഓ അത് ശരി. ബൈബിളിലെ ഒരു വാക്യം ടിങ്കു ഓർത്തത് കൊണ്ടാണ് ഈ കാര്യം എന്നോട് പറയാതിരുന്നത്. എന്തായിരുന്നു ആ വാക്യം എന്നാ ടിങ്കു പറഞ്ഞത്? അവൻ ആര്? ദൈവം നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടോളിൻ. ഓ അത് ശരി, വെരി ഗുഡ്. ദൈവം നമ്മളെ കരുതുന്ന ഒരു ദൈവമാണ്. എത്രയോ ശ്രേഷ്ഠകരമായ കാര്യമാണല്ലേ? നമ്മുടെ ജീവിതത്തിലെ ഓരോ ആവശ്യങ്ങളും ഒരുപക്ഷെ നമ്മുടെ പപ്പയോ മമ്മിയോ സഹോദരനോ സഹോദരിയോ മനസ്സിലാക്കിയില്ല എന്ന് വരാം. പക്ഷേ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ടിങ്കുവിൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. താൻ ദൈവത്തോട് അത് പറഞ്ഞു. സമയത്ത് തന്നെ ദൈവം അത് നൽകി. പ്രിയ കൂട്ടുകാരെ, ടിങ്കുവിനെ മാത്രമല്ല ഈ ദൈവം കരുതുന്നത്, നമ്മളെ ഓരോരുത്തരെയും കരുതുന്ന ഒരു ദൈവമുണ്ട്. എനിക്ക് ഒരു കാര്യം അറിയണം. എന്താ അറിയേണ്ടത്? ദൈവം എല്ലാവരെയും കരുതും. അങ്ങൾ ഒരു കഥ പറയാം. ഒരു സംഭവ കഥയാണ് കേട്ടോ. ഒരു സ്ഥലത്ത് ഒരു മിഷണറി ഉണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു വെച്ച വ്യക്തികളാണ് മിഷണറിമാർ. അവർ വിവിധ സ്ഥലങ്ങളിൽ പോയി അവിടെയുള്ള ആവശ്യങ്ങൾ മനസ്സിലാക്കി ആളുകളെ സഹായിക്കുകയും അവരോടുകൂടെ താമസിക്കുകയും അവരെ ബലപ്പെടുത്തുകയും ചെയ്യുന്ന കടമയാണ് മിഷണറിമാർ ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് ഒരു മിഷണറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് മുള്ളർ എന്നായിരുന്നു. എനിക്കറിയാം. ജോർജ് മുള്ളർ എന്നറിയാവോ? പേരറിയാന്നാ പറഞ്ഞതല്ലേ? ഓക്കെ ഓക്കെ. ഈ ജോർജ് മുള്ളർ ഒരു വളരെ വലിയ ഒരു അനാഥശാല നടത്തുകയായിരുന്നു. അതെ,
അപ്പം അവിടെ അനാഥരായ ഒരുപാട് കുട്ടികളുണ്ട്. മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ, വലിയ സാമ്പത്തികമായി ഒന്നുമില്ലാത്ത കുട്ടികൾ, അങ്ങനെയുള്ളവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി അവർക്ക് ആഹാരവും പിന്നെ വസ്ത്രവും വിദ്യാഭ്യാസമൊക്കെ നൽകുന്നതാണ് ഈ ജോർജ് മുള്ളർ അങ്കിൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് എന്തുണ്ടായെങ്കിൽ അവിടെ ഒരു ദിവസം ഭക്ഷണശാലയിലെ ഭക്ഷണം വെക്കുന്നയാൾ ജോർജ് മുള്ളറിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, സാറേ, ഇന്ന് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല. ഈ ജോർജ് മുള്ളർ അങ്കിൾ വളരെ നല്ലൊരു പ്രാർത്ഥനാ വീരനായിരുന്നു. അദ്ദേഹം ധൈര്യത്തോടുകൂടെ വിശ്വാസത്തോടുകൂടെ കുട്ടികളുടെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, മക്കളെ, നമ്മളിന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ കൂടെ ഞാനും ഇന്നുണ്ട്. എല്ലാവരും പ്ലേറ്റുകൾ എടുത്തു വെച്ചു. ദൈവത്തോട് അവർ ഭക്ഷണത്തിന് വേണ്ടി നന്ദി പറയാനായിട്ട് തുടങ്ങി. അതെ, തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കും, ഭക്ഷണമില്ലാതെ പിന്നെ എങ്ങനെയാണ് ദൈവത്തിന് നന്ദി പറയുക? എന്തുവാ? എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ, ആർക്കും അത് മനസ്സിലായില്ല. കുഞ്ഞുങ്ങൾക്ക് ആർക്കും അറിയത്തില്ല അടുക്കളയിൽ ഒരു ഭക്ഷണം പോലും ഉണ്ടാക്കിയിട്ടില്ലെന്ന്. എന്നാൽ വിശ്വാസത്തോടെ ഈ ജോർജ് മുള്ളറും തൻ്റെ സഹപ്രവർത്തകരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആ അനാഥശാലയിൽ ചില ആളുകൾ ഗസ്റ്റായിട്ട് വന്നു. അവർ ബ്രെഡ് ടൗണിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളായിരുന്നു. ഈ അനാഥശാലയുടെ മുമ്പിൽ വന്നപ്പോൾ അവരുടെ വാഹനം കേടായി. പിന്നീട് അവർക്ക് കൊണ്ടുപോയി അത് സെയിൽ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ ചിന്തിച്ചു, ഈ അനാഥശാലയിൽ കൊടുത്താൽ അത് ഒരു ഉപകാരമായി തീരും. അങ്ങനെയാണ് അവർ അവിടെ കടന്നു വന്നത്. എനിക്ക് മനസ്സിലായി. എന്താ നിനക്ക് മനസ്സിലായത്? തീർച്ചയായിട്ടും അന്ന് അവരുടെ ആവശ്യം മനസ്സിലാക്കി ദൈവം അവരെ കരുതിയ ഒരു സംഭവ ചരിത്രമാണിത്. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ടിങ്കുവിനെ പോലെ, ജോർജ് മുള്ളർ അങ്കിളിനെ പോലെ നമ്മുടെ ആവശ്യങ്ങളിൽ കരുതുന്ന വലിയവനായിരിക്കുന്ന ദൈവം. ആ ദൈവത്തോട് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നാം പങ്കുവെക്കണം. അവനോട് നാം എന്നും പ്രാർത്ഥിക്കണം. അതിനായി ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എനിക്ക് ഒരുപാട് ഇഷ്ടം. ഓക്കെ, ബൈ. ഇന്നത്തെ അനുഭവങ്ങളും സന്ദേശങ്ങളും നിങ്ങൾക്ക് എങ്ങനെയെന്നറിയാൻ ഒരു കൗതുകം. കഥകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനി പഠിക്കാം, പ്രാർത്ഥിക്കാം. വീണ്ടും കാണുന്നത് വരെ ബൈ.